ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി സെക്കൻഡ് ടൈം എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മൾ 4-5 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് 6 ആക്ടിവിറ്റിയാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്, ഒരു കോംപ്രിഹെൻഷനാണ്. അത് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു കവിതയോ തരും, അതിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടാവും. അതിൽ നിന്നുള്ള 5 ചോദ്യങ്ങൾക്കോ ശരിയായ ഉത്തരം എഴുതിയ 5 മാർക്കാണ്. അതാരും മിസ്സാക്കരുത്. അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം. മഴപ്പേടി. മഴ വരുന്നു, പേമഴ. കുടിലിനുള്ളിലെല്ലാം കിടുകിടെ വിറച്ചു കൊണ്ട ഒരമ്മയും കിടാങ്ങളും. മഴ എനിക്ക് പേടിയാണ്, പുലി ഇറങ്ങി വന്നപ്പോൾ. മഴ കലിച്ചു കാറ്റുമായി വിരലു കോർത്തു താണ്ഡവം. കടപുഴക്കി മാമരം പ്രളയമായി സങ്കടം. മഴ എനിക്ക് പേടിയാണ്, അടിയുലഞ്ഞു വീണുപോൽ. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതയാണ്. മഴയെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. മഴ കാറ്റുമായി വിരലു കോർത്ത് നടത്തുന്ന നൃത്തത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏത്? പേമഴ, താണ്ഡവം, പ്രളയം. അപ്പോൾ ഇവിടെ വിശേഷിച്ച മഴ കലിച്ചു കാറ്റുമായി വിരലു കോർത്തു താണ്ഡവം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, പുറത്ത് മഴ പെയ്യുമ്പോൾ കിടുകിട വിറയ്ക്കുന്നത് ആര്? പുലി, കാറ്റ്, അമ്മയും കുട്ടികളും. അപ്പോൾ കിടുകിട വിറച്ചു കൊണ്ടൊരമ്മയും കിടാങ്ങളും. അപ്പോൾ ആരാണ് കിടുകിട വിറയ്ക്കുന്നത്? അമ്മയും കുട്ടികളും. വലിയ മരം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? പേമഴ, മാമരം, പ്രളയം. അപ്പോൾ മാമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മരം എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കുറിപ്പ് തയ്യാറാക്കുക. ശരീരത്തിന് ചുറ്റും കത്തുന്ന പന്തങ്ങളുമായി പാഞ്ഞു വരുന്ന തെയ്യം. മുറുകുന്ന ചെണ്ടമേളം. തീപ്പൊരി ചിതറുന്ന ചൂട്ടുകൾ. വടക്കേ മലബാറിൽ പ്രചാരത്തിലുള്ള തെയ്യം കലാരൂപത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പിൻ്റെ തുടക്കമാണിത്. പടയണിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ബി ചോദ്യം, പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏത്? അപ്പോൾ നമുക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കാം. വടക്കേ മലബാറിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തനത് കലാരൂപമാണ് തെയ്യം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത്. ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം. മനോഹരമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള ആടയാഭരണങ്ങളും തെയ്യത്തിനുണ്ട്. ചെണ്ട, ചേങ്ങില, ഇലത്താളം, കുറുങ്കുഴൽ, തകിൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളും ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. വടക്കേ മലബാറിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാരൂപമാണ് തെയ്യം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുഷ്ഠാന കലയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ചിലപ്പോൾ ചോദിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. വടക്കേ മലബാറിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തനത് കലാരൂപമാണ് തെയ്യം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത്. അപ്പോൾ വടക്കേ മലബാർ എന്ന് പറയുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ ജില്ല. ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം. ദൈവം എന്ന പദം ലോപിച്ചാണ് തെയ്യം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയാണ് ആഭരണങ്ങളായി? എന്താണ് വേഷവിധാനം? മനോഹരമായ മുഖത്ത് എഴുതിയത് കാണല്ല. തെയ്യത്തിൻ്റെ രൂപങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മുഖത്ത് ധാരാളം എഴുത്തുകൾ ഉണ്ടാവും. പിന്നെ കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള ആഭരണങ്ങൾ. ആട എന്ന് പറഞ്ഞാൽ വസ്ത്രം, ആഭരണം. വസ്ത്രങ്ങളും ആഭരണങ്ങളും എന്തുകൊണ്ടാണ്? കുരുത്തോലകൾ, ഓലേൻ്റെ ചെറിയ ഇളം ഓലകൾ ഉപയോഗിച്ചും അതേപോലെ പൂക്കളും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ആട എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും തെയ്യത്തിന് ആയിട്ട് ഒരുക്കുന്നത്. പിന്നെ വാദ്യോപകരണങ്ങൾ ഇതിൽ ചെണ്ട, ചേങ്ങില, ഇലത്താളം, കുറുങ്കുഴൽ, തകിൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിലയിരുത്തൽ കുറിപ്പാണ്. കെട്ടുകല്യാണം എന്ന പാഠഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കുക. ഉപന്യാസം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ കെട്ടുകല്യാണം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. എല്ലാ ചോദ്യപേപ്പറിലും അതിൽ നിന്നുള്ള ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരനും നാടക പ്രവർത്തനമായ സൂര്യകൃഷ്ണമൂർത്തിയെക്കുറിച്ചുള്ള കുറിപ്പ് വായിച്ചു നോക്കൂ. ഏതൊരു അച്ഛനും മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വയ്ക്കുന്നത് പോലെ തൻ്റെ മകൾക്കായും കൃഷ്ണമൂർത്തി സമ്പത്ത് സ്വരുക്കൂട്ടി. പക്ഷെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം അദ്ദേഹത്തെ മനസ്സിനെ വല്ലാതെ ഉലച്ചു.
നാടകത്തിൻ്റെ തിരക്കുകളിൽ മുഴുകിയ ആ രാത്രിയിൽ കൃഷ്ണമൂർത്തി മകൾ സീതയോട് ചോദിച്ചു, കല്യാണം വളരെ ലളിതമായി നടത്തിയാൽ അച്ഛനോട് മകൾക്ക് ദേഷ്യം തോന്നുമോ? മകൾക്ക് നൽകാനിരുന്ന സ്വർണ്ണാഭരണങ്ങൾ 25 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവിലേക്ക് മാറ്റിവെക്കാൻ കൃഷ്ണമൂർത്തി തീരുമാനിച്ചു. സീത അച്ഛൻ്റെ അഭിപ്രായത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം ലാളിത്യമാണ് എന്ന സന്ദേശമാണ് സൂര്യ കൃഷ്ണമൂർത്തി ഇതിലൂടെ പകർന്നു തരുന്നത്. കെട്ടുകല്യാണം പോലുള്ള അനാചാരങ്ങൾക്ക് എതിരെ ശ്രീനാരായണ ഗുരു നടത്തിയ പ്രവർത്തനങ്ങൾ പാഠഭാഗത്ത് നിന്നും നാം മനസ്സിലാക്കിയതാണ്. മകളുടെ സമ്മതത്തോടെ ഈ പിതാവ് സ്വീകരിച്ച നിലപാടിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കുറിപ്പ് തയ്യാറാക്കുക. ബി ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയ സാഹിത്യകാരൻ തകഴി കെ ദാമോദരൻ BA മഹാത്മാ അയ്യങ്കാളി. അപ്പോൾ നമുക്ക് കുറിപ്പ് തയ്യാറാക്കി നോക്കാം. വിവാഹവും മറ്റ് ആഘോഷങ്ങളും ആർഭാടം നിറഞ്ഞതാക്കാൻ പണം ധൂർത്തടിക്കുന്നത് നാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒഴിവാക്കണമെന്നാണ് ശ്രീനാരായണ ഗുരു തൻ്റെ വാക്കുകളിലൂടെ ഉത്ബോധിപ്പിച്ചത്. അപ്പോൾ ഇന്ന് വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും ആഡംബരങ്ങൾക്കുമായിട്ട് ഒരുപാട് ധനം ചിലവാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കണമെന്നാണ് അന്നത്തെ കാലത്ത് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നും അതിന് സാമൂഹിക പ്രസക്തിയുണ്ട്. സൂര്യകൃഷ്ണമൂർത്തി ലാളിത്യത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സൂര്യകൃഷ്ണമൂർത്തി തൻ്റെ മകൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച സ്വർണ്ണാഭരണങ്ങൾ 25 പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ലാളിത്യമാണ്. അതായത് മകളുടെ വിവാഹം ആഡംബരം ഒഴിവാക്കി ലളിതമായി കല്യാണം ചെലവ് ഒരുക്കാനാണ് ആ പിതാവ് ആഗ്രഹിച്ചത്. അതിനോട് മകളും സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ സൂര്യകൃഷ്ണമൂർത്തി ലാളിത്യത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുകയാണ് ചെയ്തത്. മകളുടെ വിവാഹത്തിനായി സ്വരുക്കൂട്ടിയ പണം 25 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനായാണ് ഉപയോഗിച്ചത്. വലിയൊരു നന്മ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. വലിയ ആർഭാടത്തിൽ വിവാഹം നടത്തി സമൂഹത്തിൽ ഇടം നേടുന്നതിനേക്കാൾ മഹത്തരമാണ് വലിയൊരു ത്യാഗത്തിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ലാളിത്യമാണ് വലിയ സൗന്ദര്യം എന്ന് അദ്ദേഹം സ്വന്തം പ്രവൃത്തിയിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. രണ്ടാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയ സാഹിത്യകാരൻ കെ ദാമോദരൻ BA ആണ്. ഇനി അടുത്ത നമുക്കൊരു വിളംബരം തയ്യാറാക്കാനാണ്. നമ്മൾ ഹാംലിനിലെ കുഴലെഴുത്തുകാരൻ എന്ന പാഠഭാഗത്ത് നിന്ന് വിളംബരം വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു നിവേദനം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കഥാപാത്ര നിരൂപണം. ഈ 3 ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് ആ പാഠഭാഗത്ത് നിന്ന്. അപ്പോൾ നമുക്ക് വിളംബരം തയ്യാറാക്കാം. മഴയുടെ മഹാനഗരത്തിൽ നിന്ന് ഒരു കുഞ്ഞു തുള്ളി കടൽ കാണാനിറങ്ങി. ഒറ്റയ്ക്കല്ല, ഒത്തിരി കുഞ്ഞന്മാരോടും കുഞ്ഞത്തിമാരോടുമാണ് ഒപ്പമായിരുന്നു ആ പോക്ക്. ആകാശത്തിലെ പള്ളിക്കൂടത്തിൽ നിന്ന് വേനലവധി അടിച്ചു പൊളിക്കാനായി ഒരു എക്സ്കർഷൻ വിനോദയാത്ര. കുഞ്ഞുതുള്ളിയും കുഴിയാനയും. അരുൺ രവി. ഹാംലിനിലെ കുഴലൂത്തുകാരൻ എന്ന പാഠത്തിൽ മേയറുടെ ഒരു വിളംബരം നിങ്ങൾ കണ്ടുവല്ലോ. മുകളിൽ ചേർത്ത വരികൾ വായിച്ചില്ലേ? ആകാശത്തിലെ കുഞ്ഞു മഴത്തുള്ളികൾ ഭൂമി സന്ദർശിക്കാൻ വരികയാണ്. മഴത്തുള്ളിയുടെ വരവിനെ വിളിച്ച് മേഘങ്ങൾ നടത്തുന്ന വിളംബരം തയ്യാറാക്കൂ. ഇപ്പോൾ വിളംബരം ചിലപ്പോൾ പാഠഭാഗത്തു നിന്ന് വരാം, ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരാം. അപ്പോൾ നമുക്ക് വിളംബരത്തിൻ്റെ ഒരു മാതൃക നോക്കാം. നമ്മൾ ഹാംലിൻ എന്ന പാഠഭാഗത്തിലെ വിളംബരമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിളംബരം എന്ന് പറയുന്നത് ഇതിന് നല്ലൊരു ബോർഡർ കൊടുക്കണം. മൂഷികപ്പടയെ നിർമ്മാർജ്ജനം ചെയ്യുക, 1000 സ്വർണ്ണ നാണയം നേടുക. ഹാംലിൻ നഗരത്തിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന എലിപ്പടയെ തുരത്തി ഓടിച്ച് നഗരം ശുദ്ധമാക്കുന്നവർക്ക് 1000 സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ ഹാംലിനിലെ എഴുത്തുകാരനുമായി ബന്ധപ്പെട്ട വിളംബരമാണ്. നമ്മുടെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട വിളംബരം ഇതാ നിങ്ങൾ നോക്കൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യം, ഹാംലിൻ പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? നൈലാണോ, ആമസോൺ ആണോ, വെസർ ആണോ? അപ്പം വെസർ നദീ തീരത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങൾ പാഠപുസ്തകം നല്ലവണ്ണം വായിക്കണം. ഒരു A ചോദ്യവും ഒരു B ചോദ്യവും ഉണ്ടാവും. ഇനി അടുത്തത് ഒരു ആസ്വാദന കുറിപ്പാണ്. മഞ്ഞതുള്ളി എന്ന കവിത ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണല്ലോ. സമാനമായൊരു കവിതയാണ് മോഹനകൃഷ്ണൻ കാലടിയുടെ തേങ്ങൽപ്പാടം.
തേങ്ങൽപ്പാടം. പാടത്ത് മൂവന്തി വന്നു നിന്നു, മേയുന്ന പൈക്കൾ മടക്കമായി, മാളിക കേറ്റുവാൻ സമ്മതിച്ച്, മണ്ണിട്ടു തൂർക്കുവാൻ ഒപ്പുവെച്ച്, തൻ്റെ ജന്മത്തിനൊടുവിലത്തെ കൊയ്ത്തുമെതിയും കഴിഞ്ഞ പാടം, പന്തു കളിക്കും കിടാങ്ങളെ കണ്ടെത്തിനാവോ വെയിൽ മൂകമായി, കൈതയാരോടോ എന്തോ പറഞ്ഞു നിൽക്കെ കാറ്റിൻ്റെ കൺകൾ നിറഞ്ഞുപോയി. അപ്പോൾ വയൽ തൂർക്കുന്നതിനെയും അതേപോലെ തന്നെ ഒഴിഞ്ഞ പാടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വേവലാതിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ പരിസ്ഥിതി സ്നേഹവും ജൈവ വൈവിധ്യവും മാനവികതയും ഉയർത്തിക്കാട്ടുന്ന കവിതകളാണിവ. തേങ്ങൽപ്പാടം വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത ചോദ്യം, താണവർ തൻ പേരിൽ ഇത്രമേൽ ആർദ്രത കാണുവാനുണ്ടു മഞ്ഞിൽ വേറെ. മഞ്ഞത്തുള്ളിയുടെ ഏത് ഭാവമാണ് വരികളിൽ കാണുന്നത്? അപ്പോൾ ഇവിടെ എന്താണ്? സ്നേഹമാണ് നമ്മൾ ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ തേങ്ങൽപ്പാടം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് ഉണ്ടാക്കാം. നാട്ടിൽ വികസനവും പുരോഗതിയും ഉണ്ടാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പേരിൽ കുന്നിടിച്ച് നിരത്തി പാടങ്ങളും ജലാശയങ്ങളും ഒക്കെ നശിപ്പിക്കുന്നത് ആപൽക്കരമാണ്. അത് മനുഷ്യൻ ഉൾപ്പെടെ ജന്തുജീവി വർഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും നാശത്തിലാണ് കലാശിക്കുക. ഇത് വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് മോഹനകൃഷ്ണൻ കാലേടിയുടെ തേങ്ങൽപ്പാടം. ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ കവി കാണുന്നത്. പാടം നികത്തി മാളിക പണിയാൻ കരാറായിരിക്കുന്നു. പാടത്ത് ഇരുട്ട് വന്നെത്തി. മേനുകൊണ്ടിരുന്ന കാലികൾ ഒഴിഞ്ഞുപോയി. തൻ്റെ ജന്മത്തിലെ അവസാനത്തെ കൊയ്ത്തും മെതിയും പാടം കണ്ടുകഴിഞ്ഞു. അവിടെ പന്തു കളിച്ചുകൊണ്ടിരിക്കുന്ന വെയിൽ മൂകമായി. കൈതയോടെ എന്തോ പറഞ്ഞുകൊണ്ടു നിന്ന കാറ്റിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നമ്മുടെ നാട്ടിലെ നെൽവയലുകളും കാടുകളും പുഴകളുമെല്ലാം ഇല്ലാതാക്കി മുന്നോട്ടു പോകാമെന്ന മനോഭാവം തികച്ചും അപകടകരമാണ്. ഈ യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സ്നേഹം വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു ലഘു കവിതയാണ് തേങ്ങൽപ്പാടം. അപ്പോൾ നമ്മൾ 6 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും 6ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ സഹിതം അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.